നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 65 കൊല്ലമായി CPM പോലത്തെ വലിയ ഒരു സംഘടിത ശക്തിയിൽ പ്രവർത്തിക്കുകയും 20 വർഷം അതായത് 4 തവണ MLA ആവുകയും ചെയ്തു. അതുപോലെ MLA ആക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 10 വർഷം മന്ത്രിയായിരുന്നു, അതായത് 2 തവണ മന്ത്രിയായി. അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ ആയിക്കെന്നൊക്കെയാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അപ്പോൾ ഒരു പാർട്ടി ഒരു മനുഷ്യരെ കൂടി നീ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത് പരിഗണിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അണികളുള്ള വലിയൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും 10, 40, 50 വർഷമായിട്ട് ഈ പാർട്ടി ചോരയും നീരുമായി ഈ ഇടതു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരന് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലൊരു മെമ്പറായി മത്സരിച്ച് തോൽക്കാനുള്ള ഒരു ഭാഗ്യം പോലും അവരില്ല, നിൽക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല. അത്രത്തോളം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വലിയ വികാരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ഈ നേതാവ് പലതവണ മന്ത്രിയാവുകയും MLA ആവുകയും ഒക്കെ ചെയ്ത് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി മരണം വരെ അദ്ദേഹത്തിന് സ്ഥാനത്ത് മന്ത്രിയാക്കണം. അധികാര കൊതി കൊണ്ടാണ് ജി സുധാകരൻ പോകുന്നത് എന്നാണോ താങ്കൾ കരുതി? അധികാര കൊതിയാണ് ഇത്. സത്യത്തിൽ ഇത് പുറത്തു വന്ന വാർത്ത ശരിയാണെങ്കിൽ നാടൻ ഭാഷയിൽ അധികാരക്കൊതി എന്ന് പറയും. അതിൻ്റെ വേറെ നാടൻ ഭാഷ മരണം വരെയും കടിച്ചു തൂങ്ങി നിൽക്കുക. കാരണം ഇത്രയും നാൾ ഈ പാർട്ടിയിൽ നിന്ന് എന്തെല്ലാം നേടാനുള്ള എല്ലാം അദ്ദേഹം നേടിയില്ലേ? എല്ലാം നേടിയിട്ട് അവസാനം പോകുമ്പോൾ എന്താണ് എല്ലാം പോകുന്ന പോക്കെ എല്ലാം ചവിട്ടി അന്ന് മറിച്ചിട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയല്ലേ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഈ സംഘപരിവാർക്ക് വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ ജി സുധാകരനെ പോലൊരു ഇന്ധനം നൽകി ഈ പാർട്ടിയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഈ ശത്രുക്കൾക്ക് ആയുധം എറിഞ്ഞു കൊടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഈ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ജി സുധാകരൻ നേതാവേ എന്ന് വിളിച്ച നാവ് കൊണ്ട് വർഗവഞ്ചകൻ എന്ന് അണികൾ വിളിക്കേണ്ട അവസ്ഥ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചില്ലേ?